മഴതോരും മുമ്പേ സീരിയലിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈജയന്തിക്ക് അലീനയോടുള്ള ദേഷ്യത്തിൽ യാതൊരു മാറ്റവുമില്ല. ഓരോ ദിവസം കഴിയുന്തോറും തൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കിയത് അലീനയാണ് എന്ന് ചിന്തിക്കുന്ന വൈജയന്തി അവളെ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും പുറത്താക്കണം എന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. അതിന് പല വഴികൾ വൈജയന്തി നോക്കിയെങ്കിലും വൈജ കമലയോടായിട്ട് സംസാരിക്കുന്നുണ്ട്. കമലയിടത്തി അവൾ ഇതുവരെയും പോയിട്ടില്ല. കമലയിടത്തി ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പോൾ കമല പറയുന്നുണ്ട്, ഞാൻ ഒരാളെ നിനക്ക് കാണിച്ചു തന്നതല്ലേ, പക്ഷേ അവള് അവിടെ നിന്ന് നിന്റെ ഭർത്താവല്ലേ ഓട്ടിച്ചത്. ഇനി ഇവളെ എങ്ങനെ നമ്മൾ പുറത്ത് ചാടിക്കും? എങ്കിൽ അടുത്ത ഒരാൾ റെഡിയായിട്ട് നിൽപ്പുണ്ട് നിന്റെ വീട്ടിൽ ജോലിക്ക് വരാനായിട്ട്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അതിന് ബാലചന്ദ്രൻ അലീനയെ പറഞ്ഞു വിട്ടിട്ട് വേണ്ടേ വേറൊരു പുതിയ ഒരുത്തിയെ ഇവിടെ കയറ്റി താമസിപ്പിക്കാൻ. ബാലചന്ദ്രൻ ഒരിക്കലും അവളെ കൈവിടില്ല. ബാലചന്ദ്രന്റെ പോക്കൊക്കെ കണ്ടിട്ട് എനിക്ക് വല്ലാതെ പേടിയാവുന്നു കമലയിടത്തി. ഇവള് എന്തോ ബാലചന്ദ്രനെ കൊടുത്തു മയക്കിയെടുത്തതാണ്. അല്ലാതെ ബാലചന്ദ്രൻ യാതൊരു കാരണവശാലും മറ്റു പെൺകുട്ടികളുടെ മുഖത്ത് നോക്കുകയോ യാതൊരു തരത്തിലും അവർക്ക് തെറ്റായിട്ടുള്ള രീതിയിൽ സംസാരിക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ ഇവളോട് മാത്രം ബാലചന്ദ്രന് എന്താണ് ഇത്ര അടുപ്പം ഉണ്ടായത് എന്ന് എനിക്കറിയില്ല കമലയിടത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കമല പറയുന്നുണ്ട്, നീ വിഷമിക്കാതെ വൈജയ്, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം എന്ന്. പക്ഷേ യാതൊരു കാരണവശാലും അലീന അവിടെ നിന്ന് പോകുന്നുമില്ല. ബാലചന്ദ്രൻ അലീന അവിടെ നിന്ന് വിടുന്നതുമില്ല. അലീന പല വഴികൾ ബാലചന്ദ്രനോട് പറഞ്ഞുവെങ്കിലും പക്ഷേ ബാലചന്ദ്രന് അലീന അവിടെ നിന്ന് പോകുന്നതിൽ യാതൊരു താല്പര്യവുമില്ല. അങ്ങനെ ഇരിക്കെയാണ് ബാലചന്ദ്രൻ മുകളിലത്തെ റൂമിൽ നിന്നും ബെല്ലടിക്കുന്നതും അലീന ബാലചന്ദ്രന് വേണ്ടിയിട്ട് ജ്യൂസ് കൊണ്ട് മുകളിലേക്ക് പോകുന്നതും. ആ സമയത്ത് വൈജയന്തി അവിടെ ഉണ്ടായിരുന്നുവെങ്കിലും വൈജയന്തി പെട്ടെന്ന് തന്നെ ആരും കാണാതെ രോഹിത്തിൻ്റെ റൂമിൽ കയറി ഒളിക്കുകയാണ് ചെയ്തത്. അത്രയും സമയം ബാലചന്ദ്രനും അവളുമായിട്ട് എന്താണ് അവിടെ സംസാരിക്കുന്നത് എന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് വൈജയന്തി രോഹിത്തിൻ്റെ റൂമിൽ കയറിയിരുന്നത്. പക്ഷേ ഒന്നും കേൾക്കാൻ കഴിഞ്ഞതുമില്ല. എന്നിട്ട് അലീനയെ നോക്കിയിരിക്കുകയായിരുന്നു. അലീന മുകളിലത്തെ സ്റ്റെപ്പിൽ നിന്നും താഴോട്ട് പതിയെ ഇറങ്ങി വരുന്നത് കണ്ട വൈജയന്തി അലീനയുടെ പുറകിൽ നിന്നും തള്ളി അലീനയെ സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് തള്ളിയിടാൻ ശ്രമിച്ചു. പെട്ടെന്ന് വഴുതി വീണ അലീന കയ്യിലിരുന്ന ഗ്ലാസ് എല്ലാം തറയിലേക്ക് വീണ് ചിന്നിച്ചിതറി അലീനയ്ക്ക് പെട്ടെന്ന് ബോധം പോവുകയാണ്. അലീനയുടെ തലയ്ക്ക് നല്ലൊരു അടിയേറ്റിട്ടുണ്ട്. ആ സമയത്ത് എന്താ സൗണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ബാലചന്ദ്രൻ മുകളിൽ നിന്ന് വന്ന് നോക്കുമ്പോഴാണ് അലീന സ്റ്റെപ്പിൽ നിന്നും ഉരുണ്ട് താഴേക്ക് വീഴുന്നത്. അവളുടെ തലയ്ക്ക് നല്ലൊരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. വൈജയന്തി അവിടെ നിൽക്കുന്ന കണ്ടപ്പോഴേ ബാലചന്ദ്രന് എന്തോ ഒരു ഡൗട്ട് തോന്നിയിരുന്നു. ബാലചന്ദ്രൻ വൈജയന്തിയോട് ചോദിക്കുകയും ചെയ്തു, നീ എന്താണ് വൈജയെ കാണിച്ചത്? ആ ഒരു പാവം പെൺകുട്ടിയുടെ നീ എന്താണ് ചെയ്തത്? അവളോട് നീ ഓരോ പ്രാവശ്യവും കാണിക്കുന്ന അനീതിക്ക് നീ എണ്ണി ഒരു നാൾ കരയേണ്ടി വരും വൈജയ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അവൾ നമ്മുടെ വീട്ടിൽ വേലയ്ക്ക് വന്നതല്ലേ, അവിടെ നിന്ന് ജീവിച്ചു പോകട്ടെ, നീ എന്താണ് കാണിക്കുന്നത് എന്ന് ചോദിച്ച് വൈജയോട് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷെ വൈജ തിരിച്ച് വളരെ ക്രൂരമായിട്ടാണ് ബാലചന്ദ്രനോട് ഓരോ വാക്കുകളും പറയുന്നത്. ഒരു അച്ഛനും മകളുമായിട്ടുള്ള ബന്ധം അല്ല വൈജയന്തി അലീനയും ബാലചന്ദ്രനുമായിട്ടുള്ള ബന്ധത്തെ കാണുന്നത്. ആ സമയത്ത് വൈജയന്തിയുടെ വായിൽ നിന്നും അരുതാത്ത വാക്കുകൾ വന്ന സമയത്ത് ബാലചന്ദ്രൻ ദേഷ്യം വരുന്നുണ്ട്. ബാലചന്ദ്രൻ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വന്ന് അലീനയെ പെട്ടെന്ന് എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്ന ഉടനെ തന്നെ ഡോക്ടറുമായിട്ട് സംസാരിച്ച ശേഷം അലീനയ്ക്ക് മരുന്നെല്ലാം വച്ച് നേരെ വീട്ടിലേക്ക് വരികയാണ്. വന്നപാടെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, അവക്ക് പോയി മരുന്നെല്ലാം വച്ച് കെട്ടി നിങ്ങൾ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവന്നാക്കിയോ? എന്തിനാണ് നിങ്ങൾ ഇവിടെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? നിങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല. അവസാനം സഹിക്കാൻ വയ്യാതെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എൻ്റെ കൈ നിൻ്റെ മുഖത്തിരിക്കേണ്ടെന്നുണ്ടെങ്കിൽ നിൻ്റെ ആവശ്യമില്ലാത്ത സംസാരം നീ നിർത്ത്. തിരിച്ച് അലീനയെ റൂമിലാക്കിയ ശേഷം ബാലചന്ദ്രൻ തൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഇരുന്ന് ഒത്തിരി തവണ ബാലചന്ദ്രൻ ആലോചിക്കുന്നുണ്ട്, ഇനി അവളെ ഇവിടെ നിർത്തിയാൽ അവളുടെ ജീവന് തന്നെ ഇത് ഭീഷണിയാണ്. വൈജയന്തി ഒന്നും അറിയാതെ തൻ്റെ മകളോട് ചെയ്യാൻ പാടില്ലാത്ത ക്രൂരതകൾ ചെയ്യും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും അലീനയുടെ അച്ഛനെ കണ്ടെത്തി അവളെ സുരക്ഷിത കൈകളിൽ ഏൽപ്പിക്കണം എന്നിങ്ങനെ പലതവണ ബാലചന്ദ്രൻ ചിന്തിക്കുന്നുണ്ട്. എന്നിട്ട് ബാലചന്ദ്രൻ വിചാരിക്കുന്നുണ്ട്, അലീനയ്ക്ക് യാതൊരു തരത്തിലും ഇവിടെ നിന്നൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തൻ്റെ സ്വത്തുക്കളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ അലീനയുടെ പേരിൽ എഴുതി വെക്കണമെന്ന്. ഇതുമാത്രമായിരിക്കും വൈജയന്തിക്ക് കൊടുക്കാൻ പറ്റിയ ഒരടി എന്ന് വിചാരിച്ചിട്ട് ബാലചന്ദ്രൻ സ്വത്തുക്കളിൽ നിന്നും ജുവലറിയുടെ ഉടമസ്ഥാവകാശം അലീനയുടെ പേരിലേക്ക് എഴുതി വയ്ക്കാൻ പോവുകയാണ്. ഉടനെ തന്നെ ബാലചന്ദ്രൻ ഗോവർദ്ധനെ വിളിച്ച് അതിനുള്ള പേപ്പറും ആധാരവും ഒക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഏർപ്പെടുത്തിയിരുന്നു. അതെല്ലാം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഗോവർദ്ധൻ തിരിച്ച് ബാലചന്ദ്രനെ കാണുന്നതിന് വേണ്ടിയിട്ട് അയാളുടെ വീട്ടിലേക്ക് വരികയാണ്. വന്ന പാടെ തന്നെ വൈജയന്തി അവിടെയുണ്ട്. വൈജയന്തി ഗോവർദ്ധനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഗോവർദ്ധ ഇങ്ങോട്ട് വന്നത്?
നിന്നോട് ബാലചന്ദ്രൻ വരാൻ പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഗോവർദ്ധൻ പറയുന്നുണ്ട്, അതെ ബാലചന്ദ്രൻ സാറ് എന്നോട് വരാൻ പറഞ്ഞിരുന്നു. പെട്ടെന്ന് തന്നെ കൈകളിൽ എന്തോ പേപ്പറും ഫയലും ഒക്കെ ഇരിക്കുന്ന കണ്ടിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, ഇതെന്താ കയ്യിലിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറയാൻ മടിച്ചുവെങ്കിലും അവർ ഒത്തിരി തവണ ചോദിക്കുന്നത് കൊണ്ട് ഗോവർദ്ധൻ പറയുന്നുണ്ട്, അത് സാർ എന്നോട് കുറച്ച് പേപ്പറൊക്കെ റെഡിയാക്കി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു. ഇത് എന്താണെന്ന് വീണ്ടും വീണ്ടും വൈജയന്തി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവസാനം ഗോവർദ്ധൻ പറയുന്നുണ്ട്, നമ്മുടെ ജുവലറിയുടെ ഉടമസ്ഥാവകാശം ബാലചന്ദ്രൻ സാറ് ആ വീട്ടുവേലക്കരിയായ അലീനയുടെ പേർക്ക് എഴുതി വെക്കാൻ പോവുകയാണെന്ന്. ഇത് കേട്ടതും വൈജയന്തി ആകെ ഞെട്ടി തകർന്നു നിൽക്കുകയാണ്. ആ വീട്ടുവേലക്കാരിയായ അവൾക്ക് ബാലചന്ദ്രൻ ഈ നമ്മുടെ ജുവലറി എഴുതി വെക്കാൻ പോവുകയാണെന്നോ? അയാളുടെ തലയ്ക്ക് എന്താ ഭ്രാന്താണോ? അയാൾക്ക് ബാക്കി 3 മക്കളുള്ള കാര്യം അയാൾ അറിയുന്നില്ലേ? എന്താണ് ഈ കാണിക്കുന്നത്? അയാളെ ഇത്രയധികം മയക്കിയെടുത്തോ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുന്ന പറയുകയാണ്, ഞാൻ എൻ്റെ സ്വത്തുക്കളുടെ ഒരു ഭാഗം അലീനയുടെ പേർക്ക് എഴുതി വെക്കാൻ പോവുകയാണ്. ഇവിടെ ആരും എന്നോട് ചോദിക്കേണ്ട ആവശ്യമല്ല. ഇതെല്ലാം ബാലചന്ദ്രൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. നിന്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന സ്വത്തിൻ്റെ ഒരു ശതമാനം പോലും എനിക്ക് ആവശ്യമില്ല. ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ ബാലചന്ദ്ര, ബാക്കി നമുക്ക് മക്കളുള്ള കാര്യം നിങ്ങൾ മറന്നുപോയോ? അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? നിങ്ങളെല്ലാം ഈ വേലക്കാരിയുടെ പേരിൽ എഴുതി വെച്ചാൽ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവൾ വേലക്കാരിയല്ല, ഞാൻ അവളെ എൻ്റെ മകളായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇതെല്ലാം നിനക്കുള്ള തിരിച്ചടികളാണ്. ഇനിയും നീ അവളെ എന്തെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ ഈ വീടും സ്ഥലവും എൻ്റെ പേരിലുള്ള സർവ്വത്ര സ്വത്തുക്കളും ഞാൻ അലീനയുടെ പേർക്കായിരിക്കും എഴുതി വെക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോടുകൂടെ കേൾക്കാനാണ് പറയുന്നത് എന്ന് മക്കളോടുകൂടി ബാലചന്ദ്രൻ പറയുന്നുണ്ട്. അലീനെ സ്വന്തം ചേച്ചിയായിട്ട് കണ്ട് സ്നേഹിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്കിവിടെ നിൽക്കാം. എൻ്റെ സ്വത്തിൻ്റെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇല്ല എങ്കിൽ അമ്മയോടൊപ്പം നിങ്ങൾക്കിവിടെ നിന്ന് പോകാം. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു തരി മണ്ണ് പോലും നിങ്ങളുടെ പേർക്ക് ഞാൻ എഴുതി തരില്ല. അവിടെ നിന്ന് മുത്തശ്ശി ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്ത് പറ്റി ബാലചന്ദ്രന്? ബാലചന്ദ്ര, നീ എന്താ മോനെ കാണിക്കുന്നത്? ഇത്രയും നാളും നീ ഇവിടെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നിൻ്റെ പെരുമാറ്റം എന്ന് പറയുമ്പോൾ അയാൾ അവരുടെ മുഖത്ത് നോക്കിയും പറയുന്നുണ്ട്, നിങ്ങളെ ഞാൻ അമ്മയായിട്ടാണ് ഇത്രയും നാളും കണ്ടത്. പക്ഷേ നിങ്ങളെല്ലാവരും എന്നെ ചതിച്ചു എന്ന് പറയുമ്പോൾ അവർക്കൊന്നും ആദ്യം മനസ്സിലാവുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞ് മുത്തശ്ശിയുടെ റൂമിലേക്ക് അലീന കയറി ചെല്ലുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ അലീന മോളെ ഇവിടെ സംഭവിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ അലീന മുത്തശ്ശിയോട് ചോദിക്കും, ഞാനൊരു കാര്യം ചോദിച്ചാൽ മുത്തശ്ശി സത്യം പറയണം. ഇവിടുത്തെ മാഡത്തിന് പണ്ട് പഠിക്കാൻ പോയിരുന്ന സമയത്ത് ആഗ്രയിലുമായി വെച്ചിട്ട് ആരെങ്കിലുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതൊക്കെ 10-20 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാര്യമല്ലേ മോളെ? ആരുമായിട്ട് പ്രണയം ഉണ്ടായിരുന്നു, അതൊക്കെ അന്ന് കഴിഞ്ഞു പോയി. ഇനി അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് എന്താ കാര്യം? ആ സമയത്ത് അലീന മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മുത്തശ്ശി ചിലപ്പോൾ ബാലചന്ദ്രൻ സാറ് ഇതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതായിരിക്കും വൈജയന്തി മാഡത്തിനോട് ഇപ്പോൾ ബാലചന്ദ്രൻ സാറിന് ഇത്രയധികം ദേഷ്യം. അല്ലാതെ ഞാൻ ആലോചിച്ചിട്ട് യാതൊരു തരത്തിലും സാറ് മാഡത്തിനെ വെറുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ആ മുത്തശ്ശിയും ഇങ്ങനെ പലതും ഇരുന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെയാണ് മനു അവിടേക്ക് വരുന്നത്. അവിടേക്ക് വരുമ്പോൾ തന്നെ അലീനയെ കണ്ടപാടെ മനു ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി അലീന, നിനക്ക് എന്താ പറ്റിയത്? തലയിൽ മുറിവൊക്കെ? അപ്പോൾ ബാലചന്ദ്രൻ മുകളിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, ഒന്നും പറയണ്ട മനു, ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ നീ എന്തെങ്കിലുമൊക്കെ അറിയുന്നുണ്ടോ? അവളെ കൊല്ല ചെയ്യുകയാണ് വൈജയന്തി. എങ്ങനെയെങ്കിലും അവളെ ഇവിടെ നിന്ന് രക്ഷിക്കണം. അതിന് ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. എൻ്റെ സ്വത്തുക്കൾ പൂർണ്ണമായിട്ടും ഞാൻ അലീനയുടെ പേർക്ക് എഴുതി വെക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്വത്തിൻ്റെ ജുവലറിയുടെ അവകാശം മൊത്തം ഞാൻ അലീനയുടെ പേർക്ക് എഴുതി കൊടുത്തു എന്ന് പറയുമ്പോൾ മനു ഒരു ഞെട്ടലോട് ചോദിക്കുന്നുണ്ട്, എന്താ അങ്ങളെ പറയുന്നത്? ജുവലറി അലീനയുടെ പേർക്ക് എഴുതി കൊടുത്തെന്നോ? ഇതൊക്കെ അറിയുമ്പോൾ ആൻറ്റി എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? അല്ലെങ്കിലേ അവളെ കണ്ടുകൂടാ. ഇതും കൂടെ ആവുമ്പോൾ പിന്നെ അവളെ ഇനി ഈ വീട്ടിൽ നിർത്തുമോ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചെയ്താലേ എന്തെങ്കിലും വഴിയുള്ളൂ അവളെ ഇവിടെ നിർത്താൻ. അല്ലെങ്കിൽ വൈജയന്തി അവളെ ഏതെങ്കിലും തരത്തിൽ അവളെ ഉപദ്രവിക്കും. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവളുടെ മേലിൽ ഇനി ആരെങ്കിലും കൈവയ്ക്കുകയാണ് എങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് അവർക്ക് തന്നെയായിരിക്കും. എൻ്റെ സ്വത്തിൻ്റെ ഒരു തരി പോലും ഞാൻ ഇവിടെ ആർക്കും തരില്ല. എല്ലാം ഞാൻ അലീനയ്ക്ക് എഴുതി കൊടുക്കുമെന്നുള്ള കാര്യം. എന്നിട്ട് ബാലചന്ദ്രൻ മനുവിനോട് പറയുന്നുണ്ട്, മനു മോനെ, നിനക്ക് കുറേ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് എനിക്കറിയാം. നിന്നെ കുഞ്ഞിരാമൻ നായർ സാറ് ഇവിടെ നിന്നും വിളിച്ചുകൊണ്ട് അലീനയെ വിളിക്കാൻ വേണ്ടി കൊണ്ടുപോയത് എന്തിനാണെന്നുള്ള കാര്യം നിനക്കറിയാം. പക്ഷേ പല കാര്യങ്ങളും നീ എന്നിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പലതും നീ മനസ്സിൽ
മനസ്സിൽ ഒതുക്കിക്കൊണ്ട് നടക്കുകയാണ് മനു. ഇനി അതിൻ്റെ ആവശ്യമില്ല. ഓർഫണേജിൽ എത്രയോ വേറെ പെൺകുട്ടികൾ കാണും, പക്ഷേ നീ അലീനയെ തന്നെ ഇങ്ങോട്ടേക്ക്, അതും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് എന്തിനാണ് എന്നുള്ള കാര്യം ഞാനത് മനസ്സിലാക്കി മനു. ആ സമയത്ത് മനുവിന് പറയാൻ വാക്കുകളില്ല. മനു ബാലചന്ദ്രന്റെ മുമ്പിൽ എന്നിട്ട് മനു അലീനയെ കാണാൻ വരുന്നുണ്ട്. അലീനയുടെ ആ ഒരു മട്ടും ഭാവവും കണ്ടപ്പോൾ തന്നെ അലീനയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്നുള്ള കാര്യം മനസ്സിലായി. ആദ്യം മനു വിചാരിച്ചിരുന്നത് അലീനയ്ക്ക് സ്വന്തം അമ്മയാണ് വൈജയന്തി എന്നുള്ള കാര്യം അറിയില്ല എന്നായിരുന്നു. പക്ഷേ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ അവസാനം മനുവിന് മനസ്സിലായി വൈജയന്തി അവളുടെ സ്വന്തം അമ്മയാണ് എന്ന്, അവളുടെ അമ്മയാണെന്ന് അവൾക്ക് അറിയാമെന്നുള്ള കാര്യം. എന്നിട്ട് മനു അവളോട് പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും കുറച്ച് ദിവസവും കൂടെ ഇവിടെ പിടിച്ചു നിൽക്കാൻ നോക്കണം. ഞാൻ മറ്റൊരു സ്ഥലത്ത് നിനക്ക് ജോലി റെഡിയാക്കിയതിന് ശേഷം അങ്കിള് സമ്മതിച്ചില്ല എങ്കിലും ഞാൻ നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഇല്ല മനുവേട്ടാ, ഞാനിവിടെ നിന്നെ വരില്ല. ബാലചന്ദ്രൻ സാറ് സമ്മതിക്കാതെ ഞാൻ ഇനി ഇവിടെ നിന്ന് വരികയില്ല. ബാലചന്ദ്രൻ സാറിനോട് എനിക്കൊരിക്കലും അങ്ങനെ ഒരു എതിർത്ത് പെരുമാറാനോ ബാലചന്ദ്രൻ സാറ് വേണ്ടാന്ന് പറഞ്ഞ കാര്യം ചെയ്യാനോ എനിക്ക് കഴിയില്ല. കാരണം ബാലചന്ദ്രൻ സാറിനെ ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെ പോലെ സ്നേഹിക്കുന്നു. സാറ് പറയുന്ന കാര്യങ്ങളെ എതിർക്കാൻ എനിക്കൊരിക്കലും ആവില്ല മനുവേട്ടൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഈ ഒരു എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴതോറും മുമ്പയുടെ പുതിയ പുതിയ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.